ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരല്പം ഉപ്പും വിനീഗറും കൂടി ചേർത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം മഷ്റൂം ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ്, സവാള, ക്യാബേജ്, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഒരല്പം കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റിന് ശേഷം ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഓയിലൊന്നും ചേർക്കണ്ട കേട്ടോ. ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാൻ വേണം. അങ്ങനെ 2-3 പ്രാവശ്യം മിക്സൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഡ്രൈ ആയിട്ട് വരും. കുറച്ച് ക്യാപ്സിക്കവും മല്ലിയിലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മഷ്റൂമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൊണ്ട് ചെയ്തേക്കണം.